കമ്പ്യൂട്ടർ സയൻസിലെ ഒരു പുതിയ പ്രോഗ്രാമിംഗ് പാരഡൈമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതുമായി ബന്ധപ്പെട്ട് ചില എക്സാമ്പിളുകളിലൂടെ ഇതിലുള്ള ഓരോ കൺസെപ്റ്റും അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസും മനസ്സിലാക്കുന്നതിനുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം എന്തൊക്കെയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. നമ്പർ 1, data is undervalued. Number 2, adding a new data element requires modification of all or many functions. Creating new data type is difficult. പുതിയ ഡാറ്റ ടൈപ്പ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻസിബിൾ അല്ലെങ്കിൽ എക്സ്റ്റെൻസിബിലിറ്റി. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എക്സ്റ്റെൻസിബിലിറ്റിൻ്റെ ഒരു അളവ് കുറവാണ്. Then poor real world modeling, that is inability to combine data and functions into one unit. ഡാറ്റ വേറെയാണ്, ഫങ്ഷൻസ് വേറെയാണ്. അതെങ്ങനെയാണ് ഒരു പ്രോഗ്രാമിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ടൈം സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്കൊന്ന് വരാം. ഹാഷ് ഇൻക്ലൂഡ് യൂസ് സ്ട്രീം ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ്. ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സ്ട്രക്ചറാണ് ടൈംസ്. ഒരു ടൈം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചറാണ്. 3 കമ്പോണൻ്റാണ് ടൈമിനുള്ളത്: ഹവർ, മിനിറ്റ്, സെക്കൻഡ്. ഇനി ആ ടൈംസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈം, പിന്നെ മോർണിംഗിൽ ഉള്ള വർക്ക് ടൈമും ഈവനിങ്ങിലുള്ള വർക്ക് ടൈമും രണ്ടും നമ്മൾ ഒന്ന് എൻ്റർ ചെയ്യുക. ടോട്ടൽ ടൈം ഓഫ് വർക്ക് കണ്ടുപിടിക്കുക. അതിനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റിലേക്ക് എത്തിപ്പെടാൻ നല്ല പറ്റിയൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് ചൂസ് ചെയ്തത്. ഇപ്പോഴത്തെ മെസ്സേജിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റർ മോർണിംഗ് ടൈമാണ്. എൻ്റർ മോർണിംഗ് ടൈം. അതുപോലെ തന്നെ ഇവിടെ ഈവനിങ് ടൈം, ഈവനിങ് വർക്ക് ടൈം. മോർണിംഗിലും ഈവനിങ്ങിലും വർക്ക് ചെയ്ത സമയം. ഇപ്പോൾ ഒരാൾ രാവിലെ 2 മണിക്കൂർ വർക്ക് ചെയ്തു, ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ വർക്ക് ചെയ്തെങ്കിൽ ആകെ 4 മണിക്കൂർ 30 മിനിറ്റാണ് വർക്ക്. അത് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അതിൻ്റെ കോഡിൻ്റെ ലെവലിലേക്കൊന്നും അധികമായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഡാറ്റ പരക്കെ ഇതിനകത്തുള്ള 3 ഡാറ്റകൾ നമുക്ക് പ്രധാനപ്പെട്ടുള്ളത്: ഒന്ന് ഹവർ, മറ്റൊന്ന് മിനിറ്റ്, ഒന്ന് സെക്കൻഡ്. ആ 3 ഡാറ്റ ഈ എൻറ്റയർ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഡാറ്റയ്ക്ക് യാതൊരു പ്രാധാന്യമില്ല. നമ്മൾ പ്രൊസീജിയറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. പ്രൊസീജിയർ മീൻസ് ആദ്യം ഡാറ്റയിലേക്ക് ആവശ്യമായ ഇൻപുട്ട് ചെയ്യാനുള്ള കമാൻഡുകൾ സീൻ കമാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടൈം ഇൻപുട്ട് ചെയ്യാനുള്ള കമാൻഡ്, അത് കഴിഞ്ഞ് ആ ടൈം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ്, അത് 2 ടൈം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം പിന്നെ ഈ 2 ടൈമും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് പുതിയ ടൈം കണ്ടുപിടിക്കുന്നതിനുള്ള കമാൻഡുകൾ, അത് കഴിഞ്ഞ് ടൈം ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുകയാണ്. ബട്ട് ഡാറ്റയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും ഇല്ല. ഇവിടെ നമ്മൾ ഈ പ്രൊസീജിയർ, ആദ്യം ഇൻപുട്ട്, അത് കഴിഞ്ഞ് പ്രോസസ്സ്, അത് കഴിഞ്ഞ് ഔട്ട്പുട്ട്, ആ പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ കണ്ടത്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കൺസെപ്റ്റ്. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡാറ്റ ഹാസ് നോട്ട് ഗിവൺ എനി ഇമ്പോർട്ടൻസ് ഇൻ ദിസ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ. ഈ പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ ഡാറ്റയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. രണ്ടാമത് പറയുന്നത് ആഡിങ് ന്യൂ ഡാറ്റ എലമെൻറ്റ് റിക്വയർസ് മോഡിഫിക്കേഷൻ ഓഫ് ഓൾ ഓർ മെനി ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ 10,000 കണക്കിന് വരികളുള്ള വലിയ പ്രൊജക്റ്റുകളായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് ചെറിയ പ്രൊജക്റ്റാണ്. ഇത് മാക്സിമം 39 വരിയുള്ളൂ. ഈ പ്രോഗ്രാമിലൊന്നും അതിൻ്റെ ഒരു ഇഫക്റ്റ് അങ്ങനെ മനസ്സിലാക്കി തരാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്കൊരു ചെറിയ എലമെൻറ്റും കൂടി, ഇപ്പോൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്നൊരു പുതിയ എലമെൻറ്റും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ INT മില്ലി സെക്കൻഡ്സ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകണം. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാത്രം ആഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഈ എൻറ്റയർ പ്രോഗ്രാമിൽ മാറ്റം വരുത്തണം. ഇനി ഈ പ്രോഗ്രാമിൽ ഒരു 10,000 വരികളുണ്ടെന്ന് വിചാരിക്കുക. ആ 10,000 വരികളിൽ എവിടേക്കാണോ നമ്മൾ ഈ സ്ട്രക്ചറിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഇതിനെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതാണ് പറയുന്നത് ആഡിങ് എ ന്യൂ എലമെൻറ്റ് റിക്വയർസ് മോഡിഫിക്കേഷൻ ഓഫ് ഓൾ ഓർ മെനി ഫങ്ഷൻസ്. പിന്നെ പറയുന്നത് മൂന്നാമത്തത് ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദീസ് ലാംഗ്വേജസ് ലാക്സ് എക്സ്റ്റെൻസിബിലിറ്റി. നമുക്ക് പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസമാണ്. പുതിയൊരു ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്, ഇപ്പോൾ ടൈംസിൻ്റെ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, പക്ഷേ അതിന് എല്ലാ ഫംഗ്ഷനാലിറ്റിയും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇൻറ്റീജർ വേരിയബിൾ ആണ് എ എങ്കിൽ നമുക്ക് അത് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ സി ഇൻ ഡബിൾ ഗെറ്റ് തന്നെ എ എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. പക്ഷേ ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സി ഇൻ ഡബിൾ ഗെറ്റർ ദാൻ T1, സി ഇൻ ഡബിൾ ഗെറ്റർ ദാൻ T1 എന്ന് പറഞ്ഞിട്ട് ടൈം ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എഴുതാനുള്ള ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. അതാ പറഞ്ഞത്, ഒരു ഫുൾ ഫീച്ചറുള്ള ഒരു സാധാരണ ബേസിക് ഡാറ്റ ടൈപ്പിൻ്റെ അതേ ഫീച്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കൽ പ്രയാസമാണ്. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നടക്കും. അത് ഐ വിൽ ഷോ യു.
ദെൻ പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. പിന്നെ ഡാറ്റയും ഫംഗ്ഷനും കൂടി കമ്പൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ കുറവാണ്. ഇവിടെ ഈ സ്ട്രക്ചറിൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡാറ്റ മാത്രമാണ്. ദർ ഈസ് നോ ഫങ്ഷൻസ്. ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ ഇതിനകത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് എപ്പോഴും പഠിക്കുന്നത്. ഇനി ഞാൻ ഇതേ ടൈമിൻ്റെ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇവിടെ ഒന്ന് റൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ടൈം ചോദിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ടൈം ഒരു മിനിറ്റ്, അത് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യാനുണ്ട്. മോർണിംഗ് ടൈം ചോദിക്കുന്നുണ്ട്. മോർണിംഗിൽ വർക്ക് ചെയ്ത സമയം ഇപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് 40 സെക്കൻഡാണ് ഇയാൾ മോർണിംഗിൽ വർക്ക് ചെയ്തത്. അത് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലുള്ള വർക്ക് ചോദിക്കുന്നുണ്ട്. ഈവനിങ് ടൈമിൽ ഇയാൾ വർക്ക് ചെയ്തത് 2 മണിക്കൂർ 35 മിനിറ്റ് 25 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ്. അവിടെ ടോട്ടൽ ടൈമും ഉണ്ട്. പിന്നെ രാവിലെ വർക്ക് ചെയ്ത അതൊന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈവനിങ്ങിലെ വർക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ടൈം ഇവിടെ ഉണ്ട്. കണ്ടോ, 4 മണിക്കൂർ 51 മിനിറ്റ് 5 സെക്കൻഡ്. ഇതാണ് ഒരു ടോട്ടൽ വർക്ക്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇതിൽ ഒരുപാട് വരികളുണ്ട്. 39ഓളം വരികളുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സിംപ്ലിഫൈഡ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഞാനിവിടെ വേറൊരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്താം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ടൈംസ് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് T1, T2, T3 3 വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റർ ടൈം ഓഫ് വർക്ക് ഇൻ മോർണിംഗ് C in double greater than T1. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സാധാരണ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ഇല്ലാത്തൊരു ഫീച്ചറാണ്. നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ സാധാരണ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലത്തെ ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ എൻ്റർ ടൈം ഓഫ് വർക്ക് C in double greater than T2. ദെൻ T3 is equal to T1 plus T2. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2 ടൈം ആഡ് ചെയ്യാൻ നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിൽ ലോങ് കോഡുകൾ എഴുതിയിട്ടാണ് അത് ചെയ്തത്. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് വളരെ സിമ്പിളാണ്. T3 is equal to T1 plus T2 എന്ന് പറഞ്ഞ ഒറ്റ വരിക്കത് കഴിയും. ദെൻ ആ ടോട്ടൽ ടൈം ഡിസ്പ്ലേ ചെയ്യാൻ പോകണം. C out എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ടൈമിനെ എൻറ്റയറായിട്ട് ഡിസ്പ്ലേ ചെയ്യാണ്. ഈ ടൈം എങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഈ പഴയ പ്രോഗ്രാമിൽ നോക്കി കാണാതെ T3 എന്നുള്ള ടൈം ഡിസ്പ്ലേ ചെയ്യാൻ C out ഓരോ കമ്പോണൻറ്റും വേറെ ഡിസ്പ്ലേ ചെയ്ത് അതിനിടയ്ക്ക് നമ്മൾ കോഡനൊക്കെ ഇൻസർട്ട് ചെയ്തത്. അതൊന്നും ഇവിടെ ചെയ്യേണ്ടെന്നല്ല, അതൊക്കെ നമുക്ക് വേണ്ടി നേരത്തെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണാം. മോർണിംഗ് ടൈം ചോദിക്കുന്നുണ്ട്. മോർണിംഗിലെ വർക്ക് ടൈം ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂർ 15 മിനിറ്റ് 40 സെക്കൻഡ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ വർക്ക് 2 മണിക്കൂർ 35 മിനിറ്റ് 25 സെക്കൻഡ്. ടോട്ടൽ ടൈം കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ 2 നമ്പർ ആഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം എഴുതിയ ലാഘവത്തിൽ 2 ടൈം ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി. ഇത് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചർ വരുന്നത്. പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ആ ഡാറ്റ ടൈപ്പിന് ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസും കൊടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു, അതൊക്കെ ബേസിക് ഡാറ്റ ടൈപ്പിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ടൈംസ് എന്നൊരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ടൈംസിനെ നമ്മൾ സാധാരണ ഇവിടെ പറയുന്ന പേരാണ് ക്ലാസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ പ്രധാനപ്പെട്ട ചില ബേസിക് കൺസെപ്റ്റുകളുണ്ട്. ക്ലാസ്, അതുപോലെ ഒബ്ജക്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഇതിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഏറ്റവും ആദ്യത്താണ് ക്ലാസ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിൻ്റെ ഡെഫിനിഷനാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. T1 ഒരു ഒബ്ജക്റ്റാണ്. T1 ഈസ് ആൻ ഒബ്ജക്റ്റ്. ഒരു ടൈം ഒബ്ജക്റ്റാണ് T1 എന്ന് പറയുന്നത്. അതുപോലെ T2 മറ്റൊരു ഒബ്ജക്റ്റാണ്. T2 വേറൊരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഡെഫിനിഷൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. ആ ക്ലാസ് ഞാൻ എനിക്കൊന്ന് കാണിക്കാം. ഇവിടെ ഒരു ഹെഡർ ഫയൽ ഉണ്ടാക്കിയത് അതിനകത്താണ് ഞാൻ ഈ ക്ലാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടൈം എന്ന് പറയുന്ന ക്ലാസ്, ദിസ് ഈസ് ക്ലാസ് ടൈം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ക്ലാസ് ടൈം. ഈ ടൈമിനകത്ത് 2 കാര്യങ്ങൾക്ക് കാണാം. ഒന്ന് INT, H, M, S എന്നിട്ട് 3 ഡാറ്റ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഗെറ്റ്, പുട്ട് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന കാര്യങ്ങൾ നമ്മളെ ഒരു +2 സിലബസിൻ്റെ സ്കോപ്പിന് ഔട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് കൂടെ കാണിക്കുന്നു. ഒന്ന് ഗെറ്റ് ഫംഗ്ഷൻ, വേറൊന്ന് പുട്ട് ഫംഗ്ഷൻ. ഒന്ന് ഇതിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. രണ്ടാമത്തത് ഇതിലുള്ള ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. ഇങ്ങനെ ഡാറ്റയും ഫംഗ്ഷനും എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. ഓക്കെ, ആ ഒരു ഫെസിലിറ്റിനെ വിളിക്കുന്ന പേരാണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ മീൻസ് കമ്പൈനിങ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻറ്റു 1 യൂണിറ്റ്. ഇതിനെല്ലാം കൂടി ഒരു യൂണിറ്റായിട്ട് കമ്പൈൻ ചെയ്യാം. അതിനാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ്
It is the definition or blueprint of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഈ ഒരു മോഡലെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീടിന് പ്ലാൻ വരയ്ക്കുന്ന പോലെ ഒരു പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ അതേ പ്ലാനിലുള്ള എത്ര വീട് വേണമെങ്കിലും ഉണ്ടാക്കാം. ആ വീട്ടിൽ ഒക്കുപ്പൈ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരിക്കും. അത് എല്ലായിടത്തും ഒരേ ആളുകളെല്ലാം താമസിക്കുക. പല വീട്ടിലും പല ആളുകൾക്ക് പല മെമ്പേഴ്സ് ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. പക്ഷേ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും. പക്ഷേ വീട്ടിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എപ്പോഴും കോമൺ ആയിരിക്കും. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഒബ്ജക്റ്റ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ ഓഫ് ദ ടൈപ്പ് ക്ലാസ്. നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പ് വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ ഇനിയുണ്ട്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, മോഡുലാരിറ്റി ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസം ഉണ്ട്. മോഡുലാരിറ്റി ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നാൽ ഈ ക്ലാസ്സിനകത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ടൈമിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഫംഗ്ഷനുകളും ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. സോ വി ക്യാൻ സേ ദിസ് ക്ലാസ് ടൈംസ് ഈസ് എ മൊഡ്യൂൾ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് എ മൊഡ്യൂൾ ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫംഗ്ഷൻസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ C++ൽ സി മാത്സ് എன்ற ഹെഡർ ഫയൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഹെഡർ ഫയലും അതിനകത്തുണ്ടാവും. അപ്പോൾ അതുപോലുള്ള ഒരു കുറേ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മൊഡ്യൂൾ. ഇവിടെ എ ക്ലാസ് ഈസ് എ മൊഡ്യൂൾ. ഓരോ ക്ലാസ്സും ഒരു മൊഡ്യൂളാണ്. സോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഓഫേഴ്സ് മോഡുലാരിറ്റി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ട ഒരു ഫീച്ചറാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡിങ് കോംപ്ലക്സിറ്റീസ്. ഇറ്റ് മീൻസ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ്. ഇതെന്താ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെപ്പറേറ്റ്സ് ക്ലാസ് ഇൻറ്റേർണൽസ് ഫ്രം ഇറ്റ്സ് യൂസേഴ്സ്. ഒരു ക്ലാസ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് അതിൻ്റെ ഇൻറ്റേർണൽസ് ഹൈഡ് ചെയ്യാണ്. ക്ലാസ്സിനുള്ളിലുള്ള കാര്യങ്ങൾ അവർ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, നേരത്തെ കണ്ടൊരു പ്രോഗ്രാം. ഇതിനകത്ത് എവിടെയും ഈ ക്ലാസ്സിൻ്റെ ഇൻറ്റേർണൽസ് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ആ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ T1 എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ എന്തൊക്കെ വേരിയബിൾസ് ആണുള്ളത്, ഹവർ, H, M, S, ഇതൊന്നും എനിക്കറിയില്ല, അതറിയേണ്ട ആവശ്യമില്ല. ആ രൂപത്തിലുള്ളൊരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ മീൻസ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ്. ഓക്കെ, ഇറ്റ് സെപ്പറേറ്റ് ക്ലാസ് ഇൻറ്റേർണൽ ഫ്രം ഇറ്റ്സ് യൂസേഴ്സ്. പിന്നെ എങ്ങനെയാണ് ആ ക്ലാസ് ഉപയോഗിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എൻ ഇൻ്റർഫേസ്. ഓരോ ക്ലാസ്സിനും ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. ഇവിടെ ഈ ഒരു ക്ലാസ്സിന് ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻ്റർഫേസാണ് ഈ ഓപ്പറേറ്റേഴ്സ്. ഡബിൾ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഡബിൾ ലെസ് ദാൻ ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ രൂപത്തിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ടൈം വിത്ത് ക്ലാസ് ഉണ്ട്, മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, കണ്ടോളൂ. ടൈംസ് എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് T1, T2, T3 രണ്ട് 3 ഒബ്ജക്റ്റ് ഉണ്ടാക്കി. T1.get, ഇവിടെ ഗെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസാണ്. അതിലേക്ക് T1 എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ്. നമുക്കിവിടെ നേരിട്ട് H-ലേക്ക്, M-ലേക്ക്, S-ലേക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. പകരം ഈ ഒരു ഫംഗ്ഷനിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ അതേ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് T2ലേക്ക് നമുക്ക് ഇൻപുട്ടുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ കണ്ടൻറ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർഫേസ് ഉണ്ടായാൽ മതി ഒരാൾക്കൊരു ക്ലാസ് ഉപയോഗിക്കാൻ. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽസിനെ കുറിച്ച് അറിവുണ്ടാവേണ്ട ആവശ്യമില്ല. ഇതാണ് കോംപ്ലക്സിറ്റീസ് ഹൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലാസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ടൈം മാനേജ് ചെയ്യാനുള്ളൊരു ക്ലാസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇനി അത് ഉപയോഗിച്ചുകൊണ്ടൊരു പ്രോഗ്രാം ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ. 2 നമ്പർ ആഡ് ചെയ്യുന്ന അത്ര ലാഘവത്തിൽ നമുക്ക് 2 ടൈമിനെ ആഡ് ചെയ്യാൻ കഴിയുന്നു. ആ ഒരു ഫീച്ചറാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു സിമ്പിളായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ഇവിടെ കാണിക്കാം. ഒരു സർക്കിളിൻ്റെ ഏരിയ കാണുന്നതിനുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് കടന്നു നോക്കുക. ഈ വളരെ സിമ്പിളാണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. സർക്കിൾ എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് C1 എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. C1.get അതിലേക്കുള്ള ഇൻപുട്ട് ചെയ്തു. C1.area അതിൻ്റെ ഏരിയ ഡിസ്പ്ലേ ചെയ്തു. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. ഞാനിതിനെ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് ജസ്റ്റ് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് റേഡിയസ് ചോദിക്കുകയാണ്. അപ്പോൾ റേഡിയസ് ഞാൻ കൊടുത്തു 12 കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാണ്. പക്ഷേ ഈ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ റേഡിയസ് വേണമെന്നുള്ളതോ അല്ലെങ്കിൽ ഏരിയ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അറിഞ്ഞിട്ടല്ല ഞാൻ ഈ പ്രോഗ്രാം എഴുതിയത്. അല്ലെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ഈ പ്രോഗ്രാം എഴുതാൻ. പ്രൊവൈഡഡ് ഇങ്ങനെ ഒരു ക്ലാസ് നേരത്തെ ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനകത്ത് സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, കണ്ടല്ലോ. സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു ഡാറ്റ മെമ്പർ ഉണ്ട്, റേഡിയസ്. ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റേഡിയസ് ഇൻപുട്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആ റേഡിയസ് ഉപയോഗിച്ചുകൊണ്ട് ഏരിയ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, ഏരിയ ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അത്ര എളുപ്പത്തിൽ നമുക്ക് സർക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ റേഡിയസ് ഇൻപുട്ട് ചെയ്തുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാം. പക്ഷേ പ്രോഗ്രാം എഴുതുന്ന ആൾക്ക് വളരെ സിമ്പിളാണ്. സർക്കിളിൻ്റെ ഇൻപുട്ട് ചെയ്യുക, എന്ത് ഇൻപുട്ടാണ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഇതൊരു കോണിലേക്ക് വരികയാണെങ്കിൽ, കോണാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സ്ലാൻഡഡ് ഹൈറ്റും വേണം, അതിൻ്റെ റേഡിയസും വേണം. ഓക്കെ, ബേസിൽ റേഡിയസും വേണം. അപ്പോൾ ഞാനിവിടെ കോൺ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഈ കോൺ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനകത്തും നമ്മൾ നേരത്തെ സർക്കിളിൻ്റെ പ്രോഗ്രാമിൽ ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമും വരുന്നത് കോൺ C1 ഡോട്ട് ഗെറ്റ് C1 ഡോട്ട് ഏരിയ C1 ഡബിൾ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ കോണിൻ്റെ ഇൻപുട്ട് നടത്തി അത് കഴിഞ്ഞ ശേഷം കോണിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഈ പ്രോഗ്രാമിനകത്ത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരേണ്ടത് ഇവിടെ എവിടെ നോക്കിയാലും കാണില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം, അതിൻ്റെ ക്ലാസ് ഡെഫിനേഷനിലേക്ക് വരണം. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മളോട് ആദ്യത്തെ ഇൻപുട്ടായിട്ട് റേഡിയസ് ചോദിക്കുന്നു, ഞാൻ 10 കൊടുക്കുന്നു. രണ്ടാമത്തായിട്ട് സ്ലാൻഡഡ് ഹൈറ്റ് ചോദിക്കുന്നു, 5 കൊടുക്കുന്നു. അപ്പോൾ ഇറ്റ് കമ്പ്യൂട്ട്സ് ദ ഏരിയ ഓഫ് ദ കോൺ. മാത്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ഇക്വേഷനൊക്കെ അറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാൻ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഏരിയ = 471. ഇനി ഇത് സാധ്യമാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺ എന്നുള്ളൊരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാം, ഈ കോൺ എന്ന് പറയുന്നത് ശരിക്കും സർക്കിളിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. സർക്കിളിൽ റേഡിയസ് ഉണ്ട്, കോണിൽ റേഡിയസ് ഉണ്ട്, സ്ലാൻഡഡ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വരി, ക്ലാസ് കോൺ കോളൻ സർക്കിൾ, ദിസ് ഈസ് ഇൻഹെറിറ്റൻസ്. ഒരു പുതിയ ക്ലാസ് നിലവിലുള്ള ക്ലാസ് നിന്ന് ഉണ്ടാക്കുക. ഓക്കെ, ഇൻഹെറിറ്റൻസ് മീൻസ് deriving a new class from an existing class. നിലവിലുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ക്ലാസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പുതിയ ക്ലാസ്സിൽ കിട്ടും. അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നത്? ഒന്ന്, റേഡിയസ് ഇൻപുട്ട് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. 2, അതിൻ്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. റേഡിയസ് എന്ന ഡാറ്റ മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഡാറ്റ മെമ്പറെ കാണുന്നുള്ളൂ, INTS. രണ്ടാമത്തെ എവിടെയാണ്? ദ സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം സർക്കിൾ. അത് എനിക്കിവിടെ കാണാൻ കഴിയില്ല, സർക്കിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ റീഡിഫൈൻ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഗെറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഞാൻ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യുകയാണ്. ഇതിൽ കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ. ഓക്കെ, റീഡിഫൈൻ ചെയ്യുകയാണ്. ഈ റീഡിഫൈൻ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീഡിഫൈൻ എ ഫംഗ്ഷൻ ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഒരു ക്ലാസ്സിൻ്റെ മെമ്പർ ഫംഗ്ഷന് മറ്റൊന്നിൽ വേറെ രൂപത്തിൽ ബിഹേവ് ചെയ്യാൻ. ഇപ്പോൾ നമുക്കറിയാം, സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റേഡിയസ് മാത്രം ചോദിച്ചാൽ മതി. എന്നാൽ കോണിൻ്റെ കേസിൽ റേഡിയസും ചോദിക്കണം, അതുപോലെ തന്നെ സ്ലാൻഡഡ് ഹൈറ്റും ചോദിക്കണം. ഫംഗ്ഷൻ്റെ പേരൊക്കെ സെയിം തന്നെ. അങ്ങനെ ഒരു ക്ലാസ്സിലുള്ള ഫംഗ്ഷന് അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സുകളിൽ നിന്ന് റീഡിഫൈൻ ചെയ്യാനുള്ള എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് പോളിമോർഫിസം. എബിലിറ്റി ടു ബിഹേവ് ഡിഫറെൻ്റ്ലി ഫോർ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഇപ്പോൾ ഇവിടെ സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആകുമ്പോൾ അവിടെ ഗെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ ചോദിക്കുന്ന റേഡിയസ് ആയിരിക്കും. എന്നാൽ കോൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഗെറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ റേഡിയസും ചോദിക്കും, സ്ലാൻഡഡ് ഹൈറ്റും ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ സ്ലാൻഡഡ് ഹൈറ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള കോഡ് കാണുന്നുണ്ട്, പക്ഷേ റേഡിയസിനുള്ള കോഡ് ഇവിടെ ഇല്ല. അത് നമ്മൾ ആ കോഡിനെ ഇവിടെ നമ്മൾ വീണ്ടും ഉപയോഗിച്ചിരിക്കുകയാണ്. ഇൻഹെറിറ്റൻസിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി. ഓക്കെ, ഇൻഹെറിറ്റൻസ് ബ്രിങ്സ് യു റീയൂസബിലിറ്റി. ഇറ്റ് ബ്രിങ്സ് റീയൂസബിലിറ്റി. നിങ്ങൾക്ക് റീയൂസബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മളുണ്ടാക്കിയ കോഡ് നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാം. അത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് ആ സർക്കിൾ ക്ലാസ്സിനുള്ളിലുള്ള ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളൂ. അതുവഴിയാണ് റേഡിയസ് ഉപയോഗിക്കുന്നത്. ഇവിടെ വീണ്ടും റേഡിയസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ് ആണ്. അപ്പോൾ അവിടെയുള്ള ഏരിയനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നേ ഇല്ല, പകരം ഏരിയയ്ക്ക് പുതിയൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഏരിയയ്ക്ക് ഒരു ഡെഫിനിഷൻ കാണാം. ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ഡെഫിനിഷൻ ഞങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ആദ്യത്തെ ക്ലാസ്സിലുള്ള ഏരിയൻ്റെ ഫംഗ്ഷൻ വേറെ ഡെഫിനിഷനാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ക്ലാസ്സിലുള്ള ഏരിയൻ്റെ ഡെഫിനിഷൻ മറ്റൊന്നാണ്. അപ്പോൾ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഒരേ ഫംഗ്ഷൻസിന് തന്നെ കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പോളിമോർഫിസം എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കോൺസെപ്റ്റുകൾ, ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ, ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്, എൻക്യാപ്സുലേഷൻ എന്താണ്, മോഡുലാരിറ്റി എന്താണ്, ഇൻഹെറിറ്റൻസ് എന്താണ്, അതുപോലെ പോളിമോർഫിസം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, അതൊക്കെ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ
ഒരിക്കലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോക്കകത്ത് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അത് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും.